ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് തൊട്ട് എൻ്റെ ഡെയിലി റൂട്ടീൻസ്, അതായത് ഇപ്പോൾ ഡയബറ്റിക്സ് ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണിപ്പോൾ. അതുകൊണ്ട് ഇന്ന് തൊട്ടിട്ട് ഞാൻ കഴിക്കുന്ന രീതികൾ അതൊക്കെ ഞാൻ നിങ്ങൾക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതലൊന്നും വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ രാവിലേക്ക് വേണ്ടി ഞാൻ രാഗിയും ഗോതമ്പ് പൊടിയും കൂടി മിക്സായിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കിയത്. ദോശയും പിന്നെ ചിക്കൻ കറിയും. ഇതിലുള്ള കിഴങ്ങൊക്കെ ഞാൻ കുട്ടികൾക്ക് കൊടുക്കും, അതെനിക്ക് കഴിക്കാൻ പറ്റില്ല. പിന്നെ ഒരു കപ്പ് ചായയും വിത്തൗട്ട് ഷുഗറാണ്. അപ്പോൾ അങ്ങനെയാണ് രാവിലെ കഴിച്ചത്. കുട്ടികൾക്ക് മാവരച്ചിട്ടുള്ള ദോശയാണ് ഉണ്ടായിരുന്നത്, അതും ചിക്കൻ കറിയാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ രാവിലത്തത് കഴിഞ്ഞു. പിന്നെ ഇത് തന്നെയാണ് ഞാൻ ഉച്ചയ്ക്ക് കൊടുക്കുന്നത്. പിന്നെ ഒരു 10 മണി 10:30 ആ ഒരു ടൈമിൽ ഒരു കോഴിമുട്ടയും റോബസ്റ്റ് പഴവും ഫ്രിഡ്ജിലിരുന്ന കാരണമാണ് ആ ഒരു കളറിൽ കാണുന്നത്. പിന്നെ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവുമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ ഉച്ചയ്ക്ക് വീണ്ടും ഈ സെയിം രാഗിയുടെ ദോശയും ചിക്കൻ കറി ഉണ്ടായിരുന്നു, അത് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് ഒരു കപ്പ് വെള്ളം. 3 രാഗിയുടെ അപ്പം ആണ് കഴിച്ചിട്ടുള്ളത് കേട്ടോ, ഉച്ചയ്ക്കും രാവിലെ അതുപോലെ തന്നെ. പിന്നെ വൈകുന്നേരം രാത്രിയായി, ഇൻസുലിൻ വയ്ക്കാനുള്ള ടൈമായി. അത് കഴിഞ്ഞ് ഓട്സ് നനച്ച് പുട്ടുണ്ടാക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഓട്സ് നനച്ച് പുട്ടുണ്ടാക്കിയിട്ട് അതിലേക്ക് കുടിക്കാനായിട്ട് കുക്കുംബർ ജ്യൂസാണ് റെഡിയാക്കിയത്. കുക്കുംബർ ജ്യൂസ് അതിലേക്ക് കുക്കുംബർ കട്ട് ചെയ്തിട്ടിട്ട് വെള്ളവും കുറച്ച് ചേർത്തിട്ടുണ്ട്. അത് അടിച്ചെടുക്കുക. അത് അടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്കത് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷമാണ് പാൽപ്പൊടി ഇട്ടിട്ട് നമ്മൾ ജ്യൂസാക്കി എടുക്കുക. ഒന്നുകൂടി കറക്കിയെടുത്താൽ മതി. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പരിച്ചതിന് ശേഷം പാൽപ്പൊടി ഇട്ടിട്ട് ഇനി ഒന്നുകൂടി കറക്കിയെടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഒരു ഇത് ഓട്സ് പുട്ടും കുക്കുംബർ ജ്യൂസും ആണ്. അപ്പോൾ അങ്ങനെ ഇത് റെഡിയായി. ഇനി ഇത് കഴിക്കാനുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കിടക്കാൻ നേരമായപ്പോൾ ഒരു ഗ്ലാസ് എന്ന് പറയാനില്ല, ഒരു ഗ്ലാസ് നിറച്ച് കുടിക്കാറില്ല, ഒരു 3/4 ഗ്ലാസ്സൊക്കെ എടുക്കാറുള്ളൂ. അത്രയും പാലും കുടിച്ചിട്ടാണ് കിടക്കാറ്. പാലും മുട്ടയും ദിവസം കഴിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. ബൈ.